പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചു, പഠിച്ചോനെ ഫ്ലൈറ്റിൽ കയറിയിട്ട് വിമാനത്തിൽ അവിടെ നിന്ന് കയറി രാത്രി 10-12 മണിക്ക് വിമാനം അവിടെ നിന്ന് എടുത്തു. സുബഹിന്റെ ടൈം നമ്മൾ വിമാനത്തിലാണ്ടാകുക. നിസ്കരിക്കണം. അതിനെല്ലാവരും തലതാത്തിൻ്റെ ഉത്തരം പറയും. ഉംറക്കാരായ കുറേ ആൾക്കാരുണ്ട്, ആണും പെണ്ണൊക്കെ ഉണ്ട്. എല്ലാവരും കുല്ലുഹും നായിമൂൻ, എല്ലാവരും ഉറങ്ങാണ്. സുബഹിന്റെ ടൈമൊക്കെ കഴിഞ്ഞ് സൂര്യന്റെ വെളിച്ചൊക്കെ വന്നിട്ടാണ് കണ്ണുറ നോക്കണത്. നാടത്താനായോ എന്നുള്ളൊരു നോട്ടം. ഇതിനാ ഉംറക്കോയത് അറിയോ? സുബഹി ഖളാക്കാൻ എപ്പോ? റമദാൻ ഷരീഫിൽ. ഇനി എന്തും ചെയ്തിട്ടെന്താ? ഇങ്ങനെ ഹജ്ജിന് പോയിട്ടെന്താ? അവസ്ഥാതെ വിമാനം ഇറങ്ങിയിട്ട് നിസ്കരിച്ച അള്ളാഹു തആല അല്ല നിങ്ങളെ എളാപ്പാനെ മോനെ അവിടെ നിന്ന് നിസ്കരിക്കണം, വിമാനത്തിൽ നിന്ന് നിസ്കരിക്കണം. ഉളു കൊടുക്കാനുള്ള സൗകര്യമില്ലേ? അല്ലേ? വിമാനത്തിൽ ഉളു കൊടുക്കാനുള്ള സൗകര്യമില്ലേ? ഉളു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ഉളു കൊടുക്കാതെ ഒന്നായിട്ട് ബക്കറ്റും പാട്ടോട് ചുരിയാന്നല്ല. പരിമിതമായ സൗകര്യങ്ങളിൽ ഉളുവിന് സൗകര്യം അല്ലേ? ഉണ്ടല്ലോ. മൂത്രമൊഴിച്ച് ചില ആൾക്കാർ കേൾക്കുന്ന വെള്ളം മതി, ഇപ്പുറത്ത് കുറെ ആൾക്കാർക്ക് ഉളു കൊടുക്കാൻ. കുറഞ്ഞ വെള്ളം മതി, അത്ര തോന വെള്ളമൊന്നും വേണ്ട. ഒന്ന് ഉളു കൊടുത്ത് സമയത്തിന്റെ ബഹുമാനം പാലിച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ്. സുന്നത്തല്ല, നിർബന്ധം. അപ്പൊ നിസ്കരിക്കാതെ ഉറങ്ങിയിട്ട് ഇയാൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി നിസ്കരിക്കുമ്പോ ഇയാൾക്കൊരു വൻകുറ്റം ചെയ്ത ശിക്ഷയാണ്. എന്താ വൻകുറ്റം? സമയത്തിന്റെ പരിഗണന വെച്ചുകൊണ്ട് നിസ്കരിച്ചില്ല. ഇനി അയാൾ ഖളാ വീട്ടിയാൽ മാത്രം പോരാ, ഈ നിസ്കാരം അവിടെ നിന്ന് നിർവഹിക്കാത്തത് കൊണ്ട് തൗബ ചെയ്യണം അള്ളാഹുവിനോട്. ഒരു വൻകുറ്റമാണ് ഇയാൾ ഉംറ കഴിഞ്ഞു വന്ന് ചെയ്തപ്പോ ചെയ്തത്. ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ ഒരു വൻകുറ്റമാ ചെയ്തത്. ഇതിനിപ്പോ അങ്ങോട്ട് പോണ്ടിരുന്നു. നോക്കുമ്പോ ആകെ 2, 3, 4 ആൾക്കാരുണ്ട് നിസ്കരിക്കുന്നവരതിൽ. വേറുള്ളവരൊന്നുമില്ല. ആൾക്കാരൊക്കെ എളുപ്പമാർഗം സ്വീകരിക്കുക, അതിന് ഒരുങ്ങി കുത്തിരിക്കുന്ന ആൾക്കാർ. അത് ഇറങ്ങിയിട്ടാണ് ഖളാ വിട്ടിയാ പോലെ. എത്ര ലാഘവത്തോടെ ചോദിക്കുന്നു നിങ്ങൾ. ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ പോലെ. എപ്പോ? 8:30 മണിക്ക് രാവിലെ സുബഹി. അങ്ങനെ പോരാ സഹോദരങ്ങളെ, നമ്മളോടുള്ള കൽപ്പനകൾ എപ്പോഴും പാലിക്കേണ്ടവരാണ്. യാത്രകളിലും നീണ്ട യാത്രകളിലും നിസ്കരിച്ചു, പഠിപ്പിച്ചു, നിസ്കരിക്കണമെന്ന് നിർദ്ദേശിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. യാത്രയിൽ നിങ്ങൾ നോക്ക്, ബദറിലേക്കുള്ള യാത്രയിൽ നോമ്പ് പലരോടും ഒഴിവാക്കാനും മുറിക്കാനും തങ്ങൾ പറഞ്ഞു. പക്ഷേ ശത്രുക്കളെ മുഖാമുഖം കാണുന്ന രംഗത്ത് പോലും നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ല. സൂറത്തുൻ നിസായിലല്ലേ അല്ലാഹു ആയത്തിറക്കിയത്? ഒരു പക്ഷത്തെ ശത്രുക്കളെ നേരെ കാവലിന് നിർത്തിയിട്ട് ഇപ്പുറത്ത് ഒരു പക്ഷം ആളുകളോടുകൂടെ നിങ്ങൾ നിസ്കരിക്കണം, ജമാഅത്തായി നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പുറത്ത് സായുധരായ ശത്രുക്കൾ നിൽക്കുമ്പോഴും ഇപ്പുറത്ത് നിസ്കരിക്കണമെന്ന് അല്ലാഹു തആല നിർദ്ദേശിക്കുമ്പോ ഈ നിസ്കാരം എന്ന് പറയുന്ന ദിക്റിന്റെ വില എത്രയാണ്? അത് ഒഴിവാക്കാൻ അല്ലാഹ് സന്ദർഭം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട ഒരു സന്ദർഭം ഈ പറയുന്ന യുദ്ധമുഖങ്ങളിലാണ്. അപ്പോൾ പോലും അതിന് ഒരു ഒഴിവും കഴിവും നൽകിയിട്ടില്ല. വീട്ടിൽ കിടക്കുന്ന രോഗിയായി കിടക്കുന്ന ഉമ്മയെ പരിചരിക്കുന്ന സഹോദരിമാര് ആ ഉമ്മയെ കൊണ്ട് നിസ്കരിപ്പിക്കണം. ഭക്ഷണം ഉമ്മ കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. ഉപ്പ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ട്. ആരെങ്കിലും വന്നാ സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ട്. ഇതിനൊന്നും കുഴപ്പമില്ല. പത്രം വായിക്കുന്നുണ്ട്, സദാസമയത്തും ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെന്താ കുഴപ്പം? കിടപ്പിലാണ്. ആ കിടപ്പിൽ വെച്ച് ഉപ്പ വിസർജിക്കുന്നുണ്ടോ? ഉണ്ട്. വൃത്തിയാക്കുന്നുണ്ടോ? വൃത്തിയാക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് നല്ല ബുദ്ധിയും ശുദ്ധിയും പക്വതയൊക്കെ ഉള്ള ഉമ്മയും ഉപ്പയുമാണെങ്കിൽ ഇനി ശുദ്ധിക്ക് അല്പം കുറവും വിട്ടുവീഴ്ചയും വരേണ്ട സന്ദർഭങ്ങൾ, വാർച്ചകളുള്ളവരാണെങ്കിൽ അതിനും വിട്ടുവീഴ്ചയുണ്ടല്ലോ.
ചിലർക്ക് മൂത്രവാർച്ചയുണ്ടാകും, ചിലർക്ക് അല്ലാത്ത വാർച്ചകൾ ഉണ്ടാകും. അതൊക്കെ ഉണ്ടായാലും ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യപ്പെടുന്ന രൂപത്തിൽ പെട്ടെന്ന് വൃത്തിയാക്കി നിസ്കരിപ്പിക്കണേ. ഒരു മാസക്കാലമല്ല, ഒരാഴ്ചക്കാലം രോഗിയായി കിടക്കുന്ന ഉപ്പാ, ആ ഉപ്പാനെ മരുന്ന് കൊടുത്തും മറ്റുമൊക്കെ പരിചരിച്ചിട്ടുണ്ട്. നിസ്കരിപ്പിക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഒരൊറ്റ വക്ത് പോലും ഉപ്പ പരടിയിൽ ബാക്കി വെക്കാതെയാണ് മരിച്ചു പോയതെങ്കിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പലരും 2 മാസം 3 മാസം 4 മാസം 1 വർഷം രോഗിയായി കിടക്കുന്നു. രോഗം വരുമ്പോ നിസ്കരിക്കുകയല്ലേ വേണ്ടത്? എനിക്ക് യാത്രക്കുള്ള അടയാളം അല്ലാഹു തന്നു കഴിഞ്ഞു എന്നല്ലേ കരുതേണ്ടത്? ചെറിയ പനി ബാധിക്കുമ്പോഴേക്ക് ലോകത്ത് ഏറ്റവും വലിയ വലിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണത്തെ ഓർത്തില്ലയോ? ഒരു പനി ബാധിക്കുമ്പോഴേക്ക് മഹാനവറുകൾ ചൊല്ലിപ്പോയി, കുല്ലും ഫീ അഗ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാക്കിഹി നഅലിഹി. എപ്പോൾ പനി വന്നാലും സിദ്ദീഖ് തങ്ങൾ മരണത്തെ ഓർക്കുകയാ. പനി വന്നൊരു നേരം മരണത്തെ പറ്റി പറയാത്തതില്ല. എങ്കിലും ഞാനൊന്ന് പറയട്ടെ, എല്ലാ നിലക്കും മരണത്തിന്റെ സൂചന കിട്ടിയിട്ട് ബുദ്ധിക്കൊരു കുഴപ്പവും സംഭവിക്കാതെ കിടക്കുന്ന ഉപ്പയെ, ഉമ്മയെ, ചേട്ടനെ, സഹോദരനെ, സഹോദരിയെ നിസ്കരിപ്പിക്കണേ. നിങ്ങളുടെ ശരീരം അവർക്ക് ചാരാനുള്ള ബെഞ്ചാക്കി കൊടുത്ത് ഇരുന്നിട്ട് നിസ്കരിക്കാൻ കഴിയോ? നിങ്ങൾ ബാക്കിലൊന്ന് ചാരിയിരുന്നു കൊടുക്കോ. നിങ്ങളെ നെഞ്ചിലേക്ക് അവരെ ശരീരത്തെ ഒന്ന് ചേർത്തിയിട്ട് നിങ്ങളെ മടിയിലൊന്ന് ഇരുത്തിയിട്ട് അവരെ കൈ കൊണ്ടും മുഖം കൊണ്ടും ഒക്കെ ഉളു എടുപ്പിച്ചിട്ട് അതാ ഒന്ന് നിസ്കരിപ്പിക്കണേ. എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത പരുവത്തിലാണ്. ഒന്ന് പിടിക്കുമ്പോഴേക്ക് എല്ല് പൊട്ടിപ്പോവുകയാണ്. കിടക്കുന്ന കിടത്തത്തിലാണ് ഭക്ഷണങ്ങളൊക്കെ വാരിക്കൊടുക്കുന്നത്. അതേ കിടത്തത്തിൽ ഉളു എടുപ്പിച്ചുകൊണ്ട് ചെരിച്ച് കിടത്തിയിട്ടോ മലർത്തി കിടത്തിയിട്ടോ ഒന്ന് നിസ്കരിപ്പിക്കണേ. മലർന്ന് കിടന്നിട്ടാണെങ്കിൽ തലഭാഗത്ത് കനമുള്ളൊരു തലയിണ വെച്ച് കൊടുക്കുക. അപ്പൊ തല ഏകദേശം ഖിബിലയിലേക്കൊന്നിങ്ങനെ ചെരിഞ്ഞിട്ട് ഖിബിലയിലേക്കൊന്ന് നോക്കി നിൽക്കുന്ന രൂപത്തിൽ ഒരൽപ്പം ഇങ്ങനെ ഖിബില ഭാഗത്തേക്കൊന്ന് ചെരിച്ച് വെച്ച് കഴിയും പോലെ നിസ്കരിക്കാൻ പറയൂ. റുക്കൂ തല കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. സുജൂദ് ഒന്നുകൂടി ആംഗ്യം കാണിക്കുന്ന രൂപത്തിൽ നമ്മളൊന്ന് താഴ്ത്തി കൊടുക്കണേ. എന്നാലും നിസ്കാരമെന്ന ബാധ്യത വീടിപ്പോകൂല. ഒരു വർഷം സുഖമില്ലാതെ കിടക്കുന്ന ഒരാള് ഒരു വക്തും നിസ്കരിക്കാതെ പോകുമ്പോ ബേജാറാണ്. അയാൾ മരിച്ചാൽ ചില്ലറ കഫാറത്തൊന്നും കൊടുത്താ പോരാ. നോമ്പിൻ്റെതാണെങ്കിൽ മുദ്ദ് കൊടുത്ത് വീട്ടിയേക്കാം. ഹജ്ജിൻ്റെതാണെങ്കിൽ അടുത്ത വർഷമോ പിറ്റത്തെ വർഷമോ പോയി ചെയ്തേക്കാം. അല്ലെങ്കിൽ ചെയ്തവർക്ക് കാശ് കൊടുത്തത് വീട്ടിയേക്കാം. സക്കാത്തിന്റെ കണക്കാണെങ്കിൽ അതും കണക്കനുസരിച്ച് കൊടുത്തേക്കാം. നിസ്കാരമോ ആരാണത് ഏറ്റെടുത്ത് വീട്ടുക? എന്താണ് അതിനൊരു മാർഗം? ഒരു മാർഗവുമില്ലല്ലോ. അതുകൊണ്ട് കിടപ്പിലായ ബാപ്പയെയും ഉമ്മയെയും സഹോദരനെയും കഴിവിന്റെ പരമാവധി പറ്റുന്ന രൂപത്തിൽ ഒന്ന് നിസ്കരിപ്പിക്കണേ. ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും മരുന്ന് കുടിക്കുന്നതിനും യാതൊരു തകരാറുമില്ലാത്ത ബാപ്പക്കും ഉമ്മക്കും അള്ളാഹുവിനെ ഓർക്കുന്നതിനാണോ തകരാറുള്ളത്? അതിനൊരു തകരാറും ഉണ്ടായിക്കൂടാ. ഇരുന്നിട്ടും ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലെ മിഹ്റാബിൽ വന്ന് ഇരുന്ന് നിസ്കരിക്കുന്നു. സ്വഹാബത്ത് നിന്നിട്ട് ജമാഅത്തിൽ സംബന്ധിക്കുന്നു. മദീന പള്ളിന്റെ മിഹ്റാബിൽ തങ്ങൾ ഇരുന്നിട്ട് നിസ്കരിക്കുന്നത് തങ്ങൾക്ക് ക്ഷീണവും വിഷമവും ഉള്ളൊരവസ്ഥയിലാണ്. പക്ഷേ അപ്പോഴും ജമാഅത്തിന് തങ്ങൾ സംബന്ധിച്ച്
ഇരുന്നിട്ട് ഇമാമായി നേതൃത്വം കൊടുക്കുമ്പോ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. എത്ര വിഷമവും ക്ഷീണവും പനിയും തലവേദനയും വന്നാലും നിസ്കാരത്തിന് ഒഴിവും കഴിവുമില്ല. എത്ര ദീർഘിച്ച യാത്രയാണെങ്കിലും എത്ര കഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിഷമങ്ങളാണെങ്കിലും നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നത് അള്ളാഹുവിനെ ഓർമ്മയുള്ളവരുടെ വലിയൊരു അടയാളമാണ്. ദാക്കിരീങ്ങളുടെ വലിയൊരു അടയാളമായിട്ടല്ലേ ഖുർആൻ അത് പഠിപ്പിക്കുന്നത്. നേരത്തെ ഓതി വെച്ച ആയത്തിൽ നിങ്ങൾ കേട്ടില്ലേ, വാഖിമിസ്സലാത്ത ത്വറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ. നിസ്കാരം നിങ്ങൾ മുറപ്രകാരം നിർവഹിക്കണം. പകലിന്റെ 2 ഭാഗങ്ങളിലും രാത്രിയിലെ ഒരു കൂട്ടം സമയങ്ങളിലും 5 വക്ത് നിസ്കാരത്തെ സൂചിപ്പിച്ചിട്ടാണ് പറഞ്ഞത്. രാത്രിയിലുള്ള നിസ്കാരം ഒരു 3 നിസ്കാരമായിട്ട് എണ്ണിക്കോളൂ. മഗ്രിബുണ്ട്, ഇശാ ഉണ്ട്, സുബ്ഹിയുമുണ്ട്. പകലിലതാ ളുഹറും ഉണ്ട്, അസ്റും ഉണ്ട്. ഈ 5 വക്ത് നിസ്കാരങ്ങളും നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം. എന്നിട്ട് അല്ലാഹു പഠിപ്പിക്കുന്നു, ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്. നിസ്കാരം ചെറിയ നന്മയല്ല കേട്ടോ. നിസ്കാരം എന്ന നന്മകൾ യുദ്ഹിബിന സയ്യിആതി, തിന്മകളെ മാച്ചു കളയുന്നതാ. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം വിശദീകരിക്കപ്പെട്ടത് കാണാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ കുറച്ചു നേരം കൂടി പറയാം. മദീന പള്ളിയിൽ തങ്ങൾ ഇരിക്കുമ്പോൾ ളുഹർ ബാങ്ക് കൊടുക്കാൻ കുറഞ്ഞ നേരം കൂടിയുണ്ട്. ഒരു സഹാബി വന്നിട്ട് പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനൊരു തെറ്റ് ചെയ്തു, അതിനെന്താണോ എനിക്കുള്ള ശിക്ഷ അത് ഇവിടുന്ന് നടപ്പിലാക്കണം. അതാ സഹാബിന്റെ ഈമാനാണ്. തെറ്റ് ചെയ്തിട്ട് ഏറ്റു പറയാന്നുള്ളൊരു ഈമാനല്ലേ? ഈമാനാണ്. തങ്ങൾ അതിനുള്ള ശിക്ഷ എനിക്ക് കുറ്റബോധാണത്, ശിക്ഷ എനിക്ക് നടപ്പിലാക്കുന്ന നബി. എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം വന്നുപോയി. തങ്ങൾ ചോദിച്ചു, എന്താ തെറ്റ്? എൻ്റെ കടയിൽ സാധനം മേടിക്കാൻ വന്നിരുന്ന ഒരു സഹോദരി, കാണാൻ നല്ല ഭംഗിയുള്ളൊരു പെണ്ണ്. അപ്പൊ ആ പെണ്ണിന്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ പെണ്ണിനോട്, ഇതിനേക്കാളും നല്ല മുന്തിയ തരം അപ്പുറത്ത് ഗോഡൌണിലുണ്ട് എന്ന് പറഞ്ഞു. ആ പെണ്ണ് ഗോഡൌണിലേക്ക് വസ്തു നോക്കാൻ വേണ്ടി പോയപ്പോ ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ആ പെണ്ണിന്റെ മുഖത്തൊരു ഉമ്മ വെച്ച് പോയി. പിന്നെ എനിക്ക് മനസ്സിലായി, പടച്ചോനെ, എൻ്റെ ഭാര്യയല്ലല്ലോ അത്, എൻ്റെ ഉമ്മയല്ലല്ലോ അത്, എൻ്റെ മകളല്ലല്ലോ അത്, എൻ്റെ പെങ്ങളല്ലല്ലോ അത്, ഒരന്യ പെണ്ണുമായിട്ടല്ലേ ഞാൻ ഇങ്ങനൊരു ചുംബനം നടത്തിയത്. വല്ലാത്ത കുറ്റബോധം വന്നുപോയി. അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കുള്ള ശിക്ഷ എന്താണോ തങ്ങൾ നടപ്പിലാക്കണം. ഞാനതിൽ വല്ലാതെ വിഷമത്തിലാണ്. ഈ സ്വഹാബി വന്നത് പറഞ്ഞു, തങ്ങൾ പള്ളിയിലിരിക്കുന്നുണ്ട്. കുറഞ്ഞ നേരം കഴിഞ്ഞ് ളുഹർ ബാങ്ക് കൊടുത്തു. ളുഹർ ബാങ്ക് കൊടുത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ജമാഅത്തും കഴിഞ്ഞു. തങ്ങൾ റൂമിലേക്ക് അങ്ങനെ പോകാനിരിക്കുമ്പോൾ ആ സ്വഹാബി പിന്നാലെ പോയി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നേരത്തെ വന്ന ആളാണ് ഞാൻ. ആ നേരത്തെ പറഞ്ഞ ആ വിഷമം, എൻ്റെ പക്കൽ നിന്ന് സംഭവിച്ച ആ ഒരു അബദ്ധം, ഒരു തെറ്റ്, അതിന് പ്രായശ്ചിത്തം ചോദിച്ചാ ഞാൻ വന്നത്, തങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. തിരിച്ച് തങ്ങൾ ചോദിക്കുന്നു, ഹൽ ഹളർത സ്വലാത മഅനാ, നമ്മളോടൊപ്പം നിസ്കാരത്തിന് നിങ്ങൾ ഉണ്ടായിരുന്നോ? ളുഹറിന്റെ ജമാഅത്തിന് നിങ്ങൾ സംബന്ധിച്ചിരുന്നോ? അതേ നബിയെ, ഞാനിവിടെ ളുഹറിന്റെ ജമാഅത്തിലുണ്ട്. നിസ്കാരം നിർവഹിക്കുമ്പോ ഞാനും തങ്ങളെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളെ പാപം അല്ലാഹു പുറത്തു നിന്നിട്ടുണ്ട്, നിങ്ങൾ പോയിക്കോളൂ. സുബ്ഹാനല്ലാഹ്, തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള പെർമിഷനല്ല. കുറ്റബോധത്തോടെ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള മാപ്പിനുള്ള രക്ഷക്കുള്ള അവസ്ഥയാണ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്. നിസ്കാരം എന്ന് പറയുന്ന നന്മ ഒരു സാധാ നന്മയായി കണക്കാക്കരുത്. തിന്മകൾ തുടച്ചു നീക്കുന്ന നന്മയാണ് നിസ്കാരം. ഇന്നൽ ഹസനാത്തി, നേരത്തെ പറഞ്ഞ നന്മകൾ അഥവാ 5 വക്ത് നിസ്കാരങ്ങൾ, ചെറുദോഷങ്ങൾ പൊറുപ്പിക്കാൻ പക്വതയുള്ള അമലാണ് നിസ്കാരം. നിങ്ങൾ നിസ്കാരത്തിന് സംബന്ധിച്ചില്ലേ, നിങ്ങൾ പോയിക്കോളൂ.
പറഞ്ഞോളൂ. ആ സ്വഹാബി ചോദിച്ചു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചോദിക്കുകയാണ്, അലി ഹാദാ ഖാസ്സാ, ഞാൻ ഇവിടെ മദീന പള്ളിയിൽ തങ്ങളെ പിന്നിലായി ജമാഅത്തിന് സംബന്ധിച്ചപ്പോ എനിക്ക് സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞല്ലോ നബിയേ, ഇതെനിക്ക് മാത്രമുള്ള പ്രത്യേകതയാണോ? ഞാൻ ഇവിടെ വന്ന് കുറ്റബോധത്തോടെ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് തങ്ങളോടൊപ്പം നിസ്കരിച്ചതിന് എനിക്ക് മാത്രം കിട്ടുന്നൊരു പ്രത്യേകതയാണോ? തങ്ങൾ പറഞ്ഞു, അല്ല, ബല്ലി ജമീ ഉമ്മത്തി കുല്ലിഹിം ആമ്മാ, എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ ഒരു പ്രത്യേകതയുണ്ട്. നിസ്കാരം എന്ന് പറയുന്ന നന്മകൾ തിന്മകളെ തുടച്ചു നീക്കുന്ന പ്രത്യേകത അത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഈ പള്ളിയിൽ നിസ്കരിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല, എന്റെ പിന്നാലെ വന്ന് നിസ്കരിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല, എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കുമുള്ള പ്രത്യേകതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അവസാനം തങ്ങൾ ഓതിക്കൊടുത്ത ആയത്തിന്റെ അവസാന ഭാഗമില്ലേ, ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, നിസ്കാരം എന്ന് പറയുന്നത് ദാകിരീങ്ങൾക്കുള്ള ദിക്റയാണ്, ഉത്ബോധനമാണ്. ദിക്റിന്റെ ചിന്തയിലായി നടക്കുന്ന, അള്ളാഹുവിനെ ഓർമ്മയോടുകൂടെ ജീവിക്കുന്ന ദാകിരീങ്ങളില്ലേ, അവർക്കുള്ള വലിയൊരു ഉത്ബോധനമാണ് നിസ്കാരം, അവർക്ക് എന്നും ഉള്ളൊരു ഉപദേശമാണ് നിസ്കാരം. അത് വിട്ടുപോയി കൂടാ. രോഗിയായി കിടക്കുന്ന ആളെ നിസ്കരിപ്പിക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കരുത്. രോഗം കൊണ്ട് അല്ല പുറത്തോളുമെന്ന് വിചാരിക്കരുത്. രോഗം കൊണ്ട് ദോഷങ്ങൾ പുറത്താലും നിസ്കാരം ഒഴിവാക്കുന്നത് വൻകുറ്റമാ. നിസ്കാരം ഒഴിവാക്കൽ പതിവുള്ള ആളെ, അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കുന്നത് വിഷയമാക്കാത്ത ആളെ ഒരു സംഗതിക്കും കൂടെ നിർത്താൻ പറ്റൂലല്ലോ. ഒരു സാക്ഷിയായിട്ട് പോലും നിർത്താൻ പറ്റൂല. ആള് ഫാസിഖല്ലയോ. നിക്കാഹിന് ആരാ സാക്ഷി? നിക്കാഹിന് സാക്ഷിതാ ഇരിക്കുന്ന അമ്മോന അല്ലെങ്കിൽ എളാപ്പ. അമ്മോന എളാപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അമ്മോനും എളാപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫാസിഖാകാൻ പാടില്ല. ഫാസിഖായ ശരിയാവോ? ശരിയാവോ? നിക്കാഹ് ശരിയാവോ? ശരിയാവൂല. ശരിയാവും. എന്താ മുത്താലിമ്യങ്ങൾ പറയാത്ത? ശരിയാവും? ശരിയാകൂല. സാക്ഷിക്കുള്ള ഷർത്ത് ആദിൽ, നീതി വേണ്ടേ, നീതിമാനാകണ്ടേ, സ്വതന്ത്രനാകണ്ടേ, കാഴ്ച ഉണ്ടാകണ്ടേ, കേൾവി ഉണ്ടാകണ്ടേ. ഇവിടെ കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, സ്വതന്ത്രതയുണ്ട്. ഏതല്ലത്ത് ആദിലല്ല. എന്താ ആദിലല്ല? ഫാസിക്കാണ്. അയാളെങ്ങനെ ഒന്നിട്ടാലോ അയാൾ കേക്കോട്ടെ പോകുള്ളൂ, പടിഞ്ഞാട്ട് പോകൂല. ഒന്നിട്ടാലും കിബിലേക്ക് പോകൂല. എളാപ്പായാലും മൂത്താപ്പായാലും മുടലൊക്കെ ചോറിച്ചാണ് ഞാൻ വിട്ടേക്കാ. നിക്കാഹിന് സാക്ഷിക്കൊന്നും പറ്റൂല. നിക്കാഹിന് സാക്ഷി ശരിയായിട്ടില്ലെങ്കിൽ നിക്കാഹ് ശരിയല്ല. നിക്കാഹ് ശരിയായില്ലെങ്കിൽ ഇവരെ ബന്ധവും ശരിയാണോ? ഈ ആണും പെണ്ണും ബന്ധപ്പെടുന്ന ശരിയാണോ? ജനിക്കുന്ന കുട്ടികൾ നേരാവും? നേരാവിലൊക്കെ പ്രശ്ന. ആരാ സാക്ഷി എന്ന് പറയുമ്പോൾ ബാപ്പറി ഓലൊക്കെ കൊണ്ടേക്കോളി. എന്നെ പറ്റുന്ന ആളെ നിർത്തിയാൽ മതി. അവരെ നിർത്തണ്ടേ? അവരാണ് എഴുതി ഒപ്പിടേണ്ടത്. സദസ്സിൽ കുറെ ആൾക്കാരുണ്ട് നോക്കിയിട്ടില്ല. അപ്പൊ ചോദിക്കും സാക്ഷി ആരാണ്? കഴിഞ്ഞ ദിവസം നിക്കാണെന്നപ്പോ ഒരാൾ സാക്ഷി അമ്മ. അപ്പൊ അയാളോട് ചോദിച്ചു, ഈ അമ്മനൊക്കെ സാക്ഷിയാക്കാൻ പറ്റും? അപ്പൊ എന്ത് ചോദിച്ചു? നിസ്കരിക്കൽ മുമ്പൊക്കെ നിസ്കരിച്ചിരുന്നു. മുമ്പ് നിസ്കരിച്ചിരുന്നു. ഇപ്പൊ സാക്ഷിയാക്കാൻ പറ്റുമോ? ഇപ്പൊ നിസ്കരിക്കല്ലോ. മൂപ്പ നിസ്കരിക്കല്ല. അപ്പൊ അതൊക്കെ ആളെ മാറ്റിക്കോളും. ഇതിൽ എഴുതി രേഖപ്പെടുത്താൻ പോവാണ്. സാക്ഷിയായിട്ട് പട്ടിക രേഖപ്പെടുത്താൻ പക്വതയും പാകതയുള്ള ആളെ വിളിക്ക്. കാരണം എഴുതിയിട്ട് എന്താ? അത് പുറയിൽ വരുമ്പോ ഭക്ഷണം കൊടുത്ത് വിട്ടാൽ മതി, നല്ല കസേരയിൽ ഇരുത്തിട്ട്. ഇവിടെ അത് വേണ്ട. ഇവിടെ രേഖപ്പെടുത്തുമ്പോ ആളെ ആദിലാകണം. ഉപ്പമാരങ്ങനത്തെവരെയാണ് മക്കളെ കൂടെ പറഞ്ഞേക്കേണ്ടത്. അവരെയാണ് നിശ്ചയിക്കേണ്ടത്. അമ്മോനാ നോക്കിയിട്ടല്ല. അമ്മോനെ പോയിക്കോട്ടെ, അത് സ്വത്ത് ഒരുക്കും വന്നാൽ മതി, ഒരു കട്ടൻ ചായ കൊടുക്കാം.
കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ തലേന്ന് പന്തല്ല അവിടെ ആ കാല് പിടിക്ക് ഈ കാല് പിടിക്കുന്നൊക്കെ പറയാം. അത്ര കുറ്റം. നിക്കാഹിന് സാക്ഷിയാണെങ്കിൽ യഥാർത്ഥ സാക്ഷിന്റെ സത്വത്തെ സാക്ഷിനെ കിട്ടൂല. അത് 70 ചില്ലാന ഷർത്തുകളുണ്ട്, തെരഞ്ഞു നോക്കിയാൽ പോടി ഉണ്ടാവില്ല. പക്ഷെ 4 എണ്ണെങ്കിലും ഒക്കെ ഉണ്ട്. നിസ്കരിക്കണം.